നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 102 MLA-മാരുമായി UDF അധികാരത്തിലെത്തി. ഇനി മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്വാഭാവികമായ തർക്കം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഒരല്പം തമാശ കലർത്തിയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വളരെ സ്വാഭാവികം തന്നെയാണ്. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഈ ഒരു തർക്കം ഇപ്പോഴുള്ള രൂക്ഷതയിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ അവർ ഒതുക്കി പിടിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അസാധ്യമായൊരു കാര്യമാണ് എന്നാണ് അവരുടെ എതിരാളികളും പൊതുജനങ്ങളും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, വളരെ ക്രിയാത്മകമായി കാര്യക്ഷമമായി തന്നെ ഈ ഒരു തർക്കം പുറത്തു വരുത്തുവാൻ പലരും ശ്രമിച്ചെങ്കിൽ പോലും വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ അവർ മറച്ചു പിടിച്ചിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കേണ്ട ഘട്ടത്തിൽ തർക്കങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ കസേരയ്ക്ക് വേണ്ടി പിടിയും വലിയും അടിയും പിടിയും തെറിവിളിയും എല്ലാമായി പലരും ഫ്ലെക്സ് വയ്ക്കുന്നു, ഫ്ലെക്സ് കീറുന്നു, ഫ്ലെക്സ് കത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ലീഗുകാരെ ഇറക്കി ഭീഷണിപ്പെടുത്തുന്നു. ലീഗിനെന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിച്ചാൽ ലീഗിനാണല്ലോ കാര്യം. കാരണം ലീഗാണല്ലോ സത്യത്തിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ബാക്കിയൊക്കെ ഒരു ഔപചാരികത മാത്രമല്ലേ എന്നുള്ളതാണ് പലരുടെയും ഒരു മനോഭാവം. എന്തായാലും തർക്കം ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഇനി വ്യാജഗാന്ധി കുടുംബം തീരുമാനിക്കും, ഖാർഗെ തീരുമാനിച്ചു എന്ന് പറയപ്പെടും. അതാണ് അവസ്ഥ. മിക്കവാറും സാഹചര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് KC വേണുഗോപാലിനെ നൂലിൽ കെട്ടിയിറക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ്. പക്ഷേ അതിന് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. കാരണം പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പറവൂർ നിയോജക മണ്ഡലത്തിലെ തൻ്റെ MLA സ്ഥാനം താൻ രാജിവെച്ച് KCയെ മത്സരിപ്പിക്കാം എന്ന് ഉള്ളൊരു ഭീഷണിയുടെ സ്വരം VD സതീശൻ ഉയർത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇതിൻ്റെ ഇടയിലെല്ലാം നിങ്ങൾ നിർബന്ധിച്ചാൽ വേണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആകാം കേട്ടോ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ പറയുവാനുള്ള കാര്യം, VD സതീശൻ എന്ന വ്യക്തിയെ ഒന്ന് വിശകലനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായി വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശക്തമായ രീതിയിൽ എപ്പോഴും LDFനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുവാനും LDFന് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാനും പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാനും നടത്തിയ ശ്രമങ്ങൾ പ്രശംസനീയമാണ്. മുന്നിൽ നിന്ന് നയിച്ച് VD സതീശനാണ് UDFനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു പ്രചാരണം അദ്ദേഹത്തിൻ്റെ അനുയായികളും മുസ്ലിം ലീഗും സംഘടിതമായി നടത്തുന്നുണ്ട്. അത് സത്യമാണോ? കണക്കുകൾ പരിശോധിച്ചാൽ അത് സത്യമാണ്. കാരണം VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉണ്ടായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും അവസാനം നടന്ന പ്രധാന നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും UDFനെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ പറയുന്നത്, ആ വിജയങ്ങളുടെ എല്ലാം ഒരു കീർത്തി സത്യത്തിൽ VD സതീശനേക്കാൾ അർഹിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ പൂർണ്ണമായും മടുത്ത് വെറുത്ത് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒഴിവാക്കുവാനുള്ള മാർഗങ്ങൾ തേടി നടന്ന മലയാളിയുടെ പ്രതിഷേധ സ്വരങ്ങളാണ് പതിവ് പോലെ അവനല്ലെങ്കിൽ ഇവൻ എന്ന് മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല എന്നുള്ളൊരു മിഥ്യാധാരണയിൽ UDFന് ആ വിജയങ്ങൾ നൽകിയത്. അതിന് ആ സമയത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളത് യാദൃശ്ചികത മാത്രം, അല്ലെങ്കിൽ VD സതീശൻ്റെ നല്ല സമയം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കഴിവുമുള്ള നേതാവല്ല VD സതീശൻ. ഇത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു അഭിപ്രായം ശ്രീജിത്ത് പണിക്കർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു. അതൊന്ന് പ്രേക്ഷകർ കണ്ടു നോക്കുക. അതിനോട് ആ അഭിപ്രായങ്ങൾ ഞാൻ എടുത്ത് വീണ്ടും പുനരാവർത്തിക്കുന്നില്ല. പക്ഷേ ആ അഭിപ്രായങ്ങളോട് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. സംഗതി VD സതീശൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുക. നീണ്ട കാലത്തേക്ക് കരുണാകരൻ്റെ ശക്തമായ നേതൃത്വത്തിൽ കോൺഗ്രസ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് വെല്ലുവിളി ഉയർത്തി കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ കരുണാകരൻ ദുർബലനായി, ഉമ്മൻചാണ്ടി ഉയർന്നു വന്നു, ആൻ്റണി നാടുകടത്തപ്പെട്ടു, ഒടുവിൽ ഉമ്മൻചാണ്ടിയും ദുർബലനായി ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു അധികാര തലങ്ങളിലൊരു ശൂന്യത കോൺഗ്രസിൽ സൃഷ്ടിക്കപ്പെട്ടു. ആ സമയത്തേക്കാണ് ചെന്നിത്തലയും KC വേണുഗോപാലും എല്ലാം ഉയർന്നു വന്നത്. ഇവരിൽ പലരും ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തിനോടൊരടുപ്പമുണ്ടാക്കി അങ്ങോട്ടേക്ക് ചേക്കേറി. ചെന്നിത്തലയും KC വേണുഗോപാലിനെയും സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി
ആകാം. പക്ഷേ ഇപ്പോൾ വി ഡി സതീശനാണ് പ്രശ്നം. ചെന്നിത്തലയുടെ ഒരു പശ്ചാത്തലം ഒന്ന് ഹ്രസ്വമായി പരിശോധിച്ചാൽ KS വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് പടിപടിയായി പ്രവർത്തിച്ച് കരുണാകരൻ്റെ അനുയായിയായി, അതിനു മുൻപ് അമൃതാനന്ദമയുടെ ആശ്രമത്തിലെ തൊഴുത്തിൽ മേൽനോട്ടക്കാരനായിരുന്നു. പിന്നെ കരുണാകരനെ ഏൽപ്പിച്ച് കരുണാകരൻ്റെ ആ അനുഗ്രഹാശിസുകളോടുകൂടി വളർന്നു വന്ന് കരുണാകരനെ കാലുവാരി മറുകണ്ഠം ചാടി തിരുത്തൽവാദിയായി, എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരമന്ത്രിയായും അത്തരത്തിലുള്ള പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു കഴിവുള്ള ഭരണാധികാരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ 3 മത്സരാർത്ഥികളിൽ സ്ഥാനാർത്ഥി എന്നല്ല ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ഥാനത്തിന് ആർത്തി കൊണ്ട് നടക്കുന്ന ഈ 3 പേരിൽ ഒരല്പം രാഷ്ട്രീയ പരിചയ കൂടുതലുള്ളത് അദ്ദേഹത്തിന് തന്നെയാണ്. ഈ 3 പേരിൽ യോഗ്യൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തല തന്നെയാണ്. KC വേണുഗോപാൽ നൂലിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ്. വി ഡി സതീശനിലേക്ക് വന്നാൽ, വി ഡി സതീശൻ്റെ ഉയർച്ച, പറവൂരിൽ ആദ്യത്തെ തോൽവിക്ക് ശേഷം നിരന്തരമായി പറവൂരിൽ നിന്ന് അദ്ദേഹം MLA ആയി 6ാം തവണയോ മറ്റോ ആണ് അദ്ദേഹം പറവൂരിൽ നിന്ന് തുടർച്ചയായി മത്സരിക്കുന്നത്. വിജയിച്ചു എന്നുള്ളതൊഴികെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഇതിനു മുൻപ് പൂജ്യമായിരുന്നു, വട്ടപൂജ്യമായിരുന്നു. കൃത്യമായ ആസൂത്രണങ്ങളോടെ, കൃത്യമായ പദ്ധതികളോടെ ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ പിന്തുണച്ച് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കേരളത്തിൻ്റെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം തോമസ് ഐസക്കിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നു. തോമസ് ഐസക്കിൻ്റെ മേൽ സംശയത്തിൻ്റെ കരുന്നുകൾ വീഴ്ത്തുന്നു. തോമസ് ഐസക്ക് അദ്ദേഹത്തെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. ആ സംവാദത്തിന് വളരെ വിശാലമായിട്ടുള്ളൊരു വേദി ഒരുക്കപ്പെടുന്നു. ആ സംവാദം വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നു. തോമസ് ഐസക്ക് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നോളം വലിയ ബുദ്ധിജീവി എന്നുള്ളൊരു കപടബിംബം ഉയർത്തിവെച്ചിരുന്ന ഒരു വ്യക്തിയെ സതീശൻ നിലംപരിശാകുന്നു. അതോടെ സതീശൻ സ്റ്റാറാകുന്നു. ദേവസ്വം ബോർഡ് വിഷയത്തിൽ ശശികല ടീച്ചർക്ക് നേരെ സതീശൻ ആക്രമണങ്ങൾ നടത്തുന്നു. ആർക്ക് വേണ്ടി? LDF സർക്കാരിനെ നേരെ ശശികല ടീച്ചർ വിരൽ ചൂണ്ടിയപ്പോൾ സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശശികല ടീച്ചർക്ക് മറുപടി നൽകി ധീരനായ, ഒരുപാട് പരന്ന വായനയുള്ള ഒരു വ്യക്തിയായി സതീശൻ മുന്നിലേക്ക് വരുന്നു. കാരണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സംഘപരിവാർ സംവിധാനങ്ങൾക്കും BJPക്കും ആ കാലഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു കടലാസ് പരിശോധന എന്നുള്ളത് താരതമ്യേന നല്ല പ്രായോഗികമായി സാധ്യമേ അല്ലാതിരുന്നൊരവസരത്തിലാണ് സർക്കാർ 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കുന്നില്ല എന്നുള്ള ഒരു വാദവുമായി സതീശൻ മുന്നോട്ട് വന്നത്. തിരിച്ചതിനെ ഖണ്ഡിക്കുവാനുള്ള രേഖകൾ TG മോഹൻദാസ് സാറിനെ പോലുള്ളവരുൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ പിന്നെ സംവാദത്തിന് സതീശൻ വന്നില്ല. കാരണം ട്രഷറിയിലേക്ക് അമ്പലങ്ങളിൽ നിന്ന് തുകകൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. തന്നെയുമല്ല, മുൻകാലങ്ങളിൽ വന്ന വാർത്തകളുമെല്ലാം, കാരണം ഖജനാവിൽ പ്രതിസന്ധി, ശബരിമലയിലെ വരുമാനം ഖജനാവിലേക്ക് ഉടനെ മാറ്റുവാനുള്ള നിർദ്ദേശം മന്ത്രിസഭയിൽ നിന്ന് പോയി. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെ മുൻകാലങ്ങളിൽ നടന്ന വാർത്തകളുമെല്ലാം പുറത്തു വന്നു. ഒപ്പം 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ എടുക്കുന്നില്ല, സർക്കാർ അങ്ങോട്ടേക്കാണ് പണം നൽകുന്നതെങ്കിൽ എന്തിനിങ്ങനൊരു വെള്ളാനെ പോറ്റണം, ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ അധികാരം ഒഴിയൂ എന്നുള്ളൊരു വാദങ്ങളും സതീശൻ്റെ ഈ വളരെ രൂക്ഷമായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നു. അത് കഥ വേറെ. പക്ഷേ തോമസ് ഐസക്, ശശികല ടീച്ചറിന് നേരെയുള്ള ആക്രമണം, ഇത് 2 സംഭവങ്ങളോടുകൂടി സതീശൻ സ്റ്റാറായി. അങ്ങനെയാണ് സതീശൻ ഉയർന്നു വരുന്നത്. ക്രമമായി ചിട്ടയോടുകൂടി ഒരു വലിയ സാമൂഹ്യ സേവനമെന്നുള്ളതല്ല, KSU അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കരുണാകരനെ പോലുള്ളൊരു നേതാവിൻ്റെ തണലിൽ വളർന്നു വരിക, അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു ക്രമമുണ്ടല്ലോ, പടിപടിയായി ഉയർന്നു വരിക എന്നുള്ള അത്തരത്തിലൊരു ഉയർച്ചയേ ആയിരുന്നില്ല സതീശൻ്റെ. എല്ലാ കാലത്തും ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബിംബം മാത്രമായിരുന്നു സതീശൻ. ആ ഊതി വീർപ്പിക്കൽ നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഏതോ വലിയ ശക്തി, വലിയ സ്വാധീനവും പണബലവും എല്ലാമുള്ള ഒരു ശക്തിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ സതീശൻ്റെ പിന്നിലുള്ള ശക്തിയായി വെളിപ്പെട്ട് വരുന്നത് മുസ്ലിം ലീഗാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. സതീശൻ്റെ പിന്നിൽ മുസ്ലിം ലീഗാണ്, അത് പ്രശ്നമാണ് കേട്ടോ. മുസ്ലിം ലീഗിനെ പോലുള്ള വ്യക്തികൾ സതീശനെ അല്ലെങ്കിൽ സംഘടനകൾ സതീശനെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. മനോരമ പോലുള്ളൊരു പത്രം പോലും വി ഡി സതീശനെ കണ്ണും പൊട്ടി പിന്തുണയ്ക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വി ഡി സതീശനാണ് മുന്നിൽ നിന്ന് നയിച്ച നേതാവ്, മറ്റാരും പ്രസക്തരെ അല്ല എന്നുള്ളത്. രമേശ് ചെന്നിത്തലയുടെ പങ്കും ഇതിൽ തള്ളിക്കളയുവാനാകില്ല. KC വേണുഗോപാലിൻ്റെ കാര്യം ഇവർ പറയുന്നത് സത്യമാണ്. KC വേണുഗോപാലിന് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച് യാതൊരു അവകാശവാദവും ഉന്നയിക്കുവാൻ സാധിക്കില്ല ഒരു ധാർമ്മികമായി നോക്കുകയാണെങ്കിൽ. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളെയും തള്ളിക്കളയുവാൻ സാധിക്കില്ല. ഒപ്പം കെ മുരളീധരനും അവകാശവാദം ഉന്നയിച്ചപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കെ മുരളീധരനെ സംബന്ധിച്ച് ചാവേറായി അദ്ദേഹം പലയിടങ്ങളിലും പോയി നിന്ന് പയറ്റി
വെട്ടുകൊണ്ട് വീണ് ഒടുവിൽ വിജയിച്ചു കയറി എന്നുള്ളൊരു പരിഗണനയെങ്കിലും കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. പക്ഷേ ആത്യന്തികമായി തീരുമാനമെല്ലാം വ്യാജഗാന്ധി കുടുംബം എടുക്കും. എൻ്റെയോ നിങ്ങളുടെയോ അഭിപ്രായം ഇവിടെ പ്രസക്തമല്ല. ഇവിടെ നമ്മുടെ വിഷയം വി ഡി സതീശനാണ്. പക്ഷേ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ പ്രവർത്തന പരിചയം കൊണ്ട് അല്ല, ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബിംബം മാത്രമാണ് അദ്ദേഹം. ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം അടിസ്ഥാനപരമായി മുഹമ്മദ് നബി പരത്തിയ ഭൂമിയെ ഉരുട്ടി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള പ്രീണന സ്വഭാവമുള്ള ഒരു വ്യക്തി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ തന്നെ മുമ്പ് ചെയ്തൊരു വാർത്ത നിങ്ങൾ കാണുക, ജിഹാദികൾ കേരളത്തിൽ അഴിഞ്ഞാടി തുടങ്ങി. അതിനോടൊപ്പം ഇത്തരത്തിൽ ഭൂമിയെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ന്യായീകരിക്കുന്ന ഒരു വെള്ളപൂശൽ തൊഴിലാളി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ കേരളം എത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകരൊന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, സതീശൻ അപകടകാരിയായിട്ടുള്ള ഒരു ബിനാമിയാണ്. ആരുടെ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. അതിനും പിന്നിൽ മറ്റേതെങ്കിലും സംഘടനകളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഈ പറയുന്ന കഴിവുകളോ കാര്യശേഷിയോ അല്ലെങ്കിൽ നേതൃത്വ പ്രാപ്തിയോ നേതൃപാടവമോ ഒന്നും സതീശനില്ല. സതീശനാകെയുള്ളത് കുറേ പിന്തുണകളും കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഒരുക്കപ്പെട്ട വേദികളിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു വാഗ്മിത്വവുമാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പഠിച്ച് അഭിനയിച്ചതുപോലെ തന്നെയുള്ളത്. തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ തോമസ് ഐസക്ക് യാതൊരു കാര്യവുമില്ലാതെ സതീശനെ നിസ്സാരമായി കണ്ട് സതീശൻ ഒരുക്കിയ കെണിയിലേക്ക് നടന്നു കയറി കൊണ്ട് തലവെച്ച് കൊടുത്തതാണ്. അതിൻ്റെ ഫലം തോമസ് ഐസക്ക് അനുഭവിച്ചു. സതീശൻ അതിൻ്റെ നേട്ടവും കൊയ്തു. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ആ വേദിയും ഒരുക്കപ്പെട്ടത്, ഒരു സംശയവും വേണ്ട. മറ്റ് കാര്യങ്ങളിലെല്ലാം സതീശൻ്റെ പ്രതിച്ഛായ മിനുക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം നിങ്ങളൊന്ന് പിന്നോട്ട് പോയി ഒന്ന് ശ്രദ്ധിക്കുക. സതീശനെ സംബന്ധിച്ചുള്ള ഓരോ വാർത്തകളും വീഡിയോകളും കാണുക. കൃത്യമായിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ആസൂത്രണം, ഒരു മുന്നൊരുക്കം അതിൻ്റെ പിന്നിലെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നു, വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കായിരിക്കും കേരളം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ പോകുന്നത്. ഒപ്പം കഴിവുകളുടെ കാര്യം പരിശോധിച്ചാൽ സതീശൻ ഒരു വട്ടപൂജ്യമാണ്, ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂണാണ്. ആ ബലൂണിലെ കാറ്റ് പോലും ഒരുപക്ഷെ ദുർഗന്ധം വമിക്കുന്ന കാറ്റായി മാറിയേക്കാം. ആ ബലൂണിനെ വീർപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാറ്റ് പോലും എങ്ങനെയാകുമെന്ന് കണ്ടറിയാം. കെ സി ആണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ട്. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചും പ്രത്യേകമായി നമുക്ക് വിശകലനങ്ങൾ നടത്താം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.